ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കൊക്കെ പ്രിയങ്കരമായിട്ടുള്ള എപ്പോഴും കൊടുത്താലും മതി വരാത്ത ഒരു റെസിപ്പിയാണ് ഉരുളക്കിഴങ്ങ് പൊരിച്ചത് അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുമല്ല, കുട്ടികൾക്ക് എപ്പോഴും കൊടുത്താൽ മടുക്കാത്തൊരു റെസിപ്പിയാണ്. ഊണിൻ്റെ കൂടെയൊക്കെ കറിയില്ലെങ്കിൽ ഇത് കൂട്ടി നല്ലതുപോലെ കഴിച്ചോളും. അപ്പോൾ അതാ 3 പൊട്ടറ്റോ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടറ്റോ ചിപ്സ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ആയിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്ര നീളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കൂടെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്താൽ നീളം കുറച്ച് കിട്ടും. ഞാനിപ്പോൾ കുറച്ചൊന്ന് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള 3 പൊട്ടറ്റോസും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പൊട്ടറ്റോ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂണ്, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂണ് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ പാകത്തിന് ഉപ്പ്. ഇനി ഈ മസാല എല്ലാം പൊതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്താലും അതിൻ്റെ മുകളിൽ ആ കോട്ടിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കോൺഫ്ലോർ ഇല്ലാതെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ എണ്ണയിൽ ഒരു മുളക് പൊടിയുടെ മഞ്ഞപ്പൊടിയുടെ അതൊക്കെ കൽക്കനായിട്ട് കരിഞ്ഞ് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഇറങ്ങി വരും. ഉപ്പിട്ടതുകൊണ്ടും അതുപോലെ തന്നെ പൊട്ടറ്റോന്നൊക്കെ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അപ്പോൾ അത് കുറച്ച് കുഴിയുള്ള, അതായത് ഒരു ചീനച്ചട്ടി പോലത്തെ പാത്രങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ അത്രയും വേണ്ടി വരില്ല. ഇതിപ്പോൾ പരന്നതായതുകൊണ്ടാണ് കുറച്ചധികം എണ്ണ ഒഴിക്കേണ്ടി വന്നത്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വെള്ളത്തിൻ്റെ അംശം നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ടുള്ള അപ്പോഴേക്കും വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ഒരു പൊട്ടറ്റോ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരുമിച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറിട്ട് നിന്നോളും. പിന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതായത് സിമ്മിലിട്ടിട്ട് നമ്മൾ മീനൊന്നും പൊരിക്കുന്നത് പോലെ അങ്ങനെ സിമ്മിലിട്ടിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ കോട്ടിങ് നല്ലതുപോലെ ക്രിസ്പി ആവുകയും ചെയ്യും. ഉൾഭാഗം നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. നേരെ മറിച്ച് നമ്മൾ സിമ്മിലിട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിരിക്കുന്നതായിരിക്കും ഒന്നും കൂടി നന്നാവുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതിട്ടിട്ട് വേറൊരു പണിക്കൊന്നും പോകരുത്. ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ 2-3 ട്രിപ്പ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ആയതിന് ശേഷം നമുക്കിതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇറങ്ങി നിന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പൊട്ടറ്റോ ഫ്രൈക്ക്. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കിടന്നോളും. മറ്റേതാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് ഞാൻ ചേന ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനേക്കായി ഒന്നും കൂടി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്നിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ വെറും മഞ്ഞൾപ്പൊടി, ഉപ്പും കോൺഫ്ലോറും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ തന്നെ പൊട്ടറ്റോ ചിപ്സ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതുപോലെയുള്ളത് ഫ്രൈ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാം. ഇടയ്ക്കൊന്ന് കുറിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും. പിന്നെ അത് നമ്മൾ കോൺഫ്ലോർ ഇട്ടതുകൊണ്ട് തന്നെ എണ്ണ അധികം കുടിക്കൊന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ കോൺഫ്ലോർ ഇടാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ എണ്ണ കുടിക്കും. അപ്പോൾ കോൺഫ്ലോർ ഇട്ടതുകൊണ്ട് അധികം എണ്ണയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പൊട്ടറ്റോ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതും കൂടി കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പി കാണുന്നതിനായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇനി പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ, സീ യു.